നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം. അതിന് തൊട്ടടുത്ത് നടുഭാഗം 4 കളിവള്ളങ്ങൾ മേൽപ്പാടവും നിരണവും നടുഭാഗവും വിയപുരവും തമ്മിൽ പോരാടിയപ്പോൾ ചരിത്രം കുറിച്ചുകൊണ്ട് വില്ലേജ് ബോട്ട് ക്ലബ്ബുകാർ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിയപുരം ജേതാക്കൾ. ഫൈനലിൽ മാറ്റുരച്ചത് നടുഭാഗം നിരണം, മേൽപ്പാടം വിയപുരം ചുണ്ടൻ വള്ളങ്ങൾ. വള്ളംകളിയുടെ പ്രൊഫഷണലിസം കൊണ്ടുവന്ന PP മനോജ് എന്ന ആശാനെ അലൻ ജെയ്ഡന്റെയും 3 തൈക്കൽ എയ്ഡന്റെയും ഒക്കെ നേതൃത്വത്തിൽ തുഴഞ്ഞു കയറി വന്ന മേൽപ്പാടം ചുണ്ടനിൽ അവര് വിജയം പ്രതീക്ഷിച്ചെങ്കിലും ആദ്യമേ ഹീറ്റ്സിൽ കുറഞ്ഞ സമയം കൊണ്ട് തുഴഞ്ഞെത്തിയ നടുഭാഗത്തെയും ഒക്കെ പിന്തള്ളിക്കൊണ്ടാണ് വിയപുരം ബിഷി വർഗീസ് പുല്ലുകാടിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരിക്കാരുടെ നേതൃത്വത്തിൽ കൈനകരി വില്ലേജ് ടീം കഴിഞ്ഞ വർഷത്തെ പരാജയം. ഗാൽവാൻ സംഘർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ എത്തുന്നത് 7 വർഷത്തിന് ശേഷം. ഷഹായ് ഉച്ചകോടിക്കിടെ ചൈനീസ് റഷ്യൻ പ്രസിഡന്റുമാരുമായി കൂടിക്കാഴ്ച നടത്തും. ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച നാളെ. കണ്ണൂർ കീഴറയിലെ സ്ഫോടനം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സ്ഫോടനത്തിൽ മരിച്ചത് ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാം. വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനായി തെരച്ചിൽ തുടരുന്നു. 2016 പൊടിക്കുണ്ട് സ്ഫോടനത്തിലും അനൂപ് പ്രതി. പരസ്പരം പഴിചാരി കോൺഗ്രസും CPM-ഉം. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണയറിയിച്ച ആശ്വാസത്തിൽ സർക്കാരിന്റെ അയ്യപ്പ സംഗമം വ്യാപാര താൽപര്യത്തോടെയുള്ള എക്സ്പോ പോലെയെന്ന് BJP. ഭക്തരുടെ വികാരം NSS മാനിക്കണമെന്നും വിശ്വാസികൾക്കാണ് അയ്യപ്പ സംഗമം നടത്താൻ അവകാശമെന്നും കുമ്മനം രാജശേഖരൻ. ജമ്മു കശ്മീരിൽ വിവിധ മേഖലകളിൽ മേഘവിസ്ഫോടനം, 11 മരണം, 2 വീടുകളും സ്കൂളുകളും ഒലിച്ചുപോയി. റിയാസിയിൽ മണ്ണിടിച്ചിലിൽ ഒരു കുടുംബത്തിലെ 7 പേർ മരിച്ചു. ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തിൽ മരണം 6 ആയി. ഗംഗാനദിയിലെ ജലനിരപ്പ് അപകട നിലയ്ക്ക് മുകളിൽ. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 76,960 രൂപ. 1 ഗ്രാമിന്റെ വില 10,000-നരികെ. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും വ്യാപാര സംഘർഷങ്ങളും കാരണം ഇനിയും വില ഉയർന്നേക്കുമെന്ന് വിദഗ്ധർ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ തീരുവ നയം നിയമവിരുദ്ധമെന്ന് അമേരിക്കൻ അപ്പീൽ കോടതി. തീരുവയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ട്രംപ്. 71ാമത് നെഹ്റു ട്രോഫിയിൽ ജലരാജാവായി വിയപുരം. BBC കൈനക്കരി തുഴഞ്ഞ വിയപുരം ചുണ്ടൻ ഒന്നാമതെത്തിയിരിക്കുകയാണ്. Of the kind of training that they put in, there's a display of the kind of beats, there's a display of mental strength. Look at it, they're now coming to the 500 meters of the track. Would you dare to put your bets on any of these 4 boats? I wouldn't. Would you? I dare not. എന്ന കാര്യമാണ്. തീർച്ചയായും ആവേശോജ്വലമായ ഒരു പ്രകടനമായിരുന്നു. തീർച്ചയായും നടുഭാഗം വള്ളം ആദ്യത്തെ ഹീറ്റ്സുകളിൽ ഏറ്റവും കുറച്ചു സമയം കൊണ്ട് 4.20.904 സെക്കൻഡ് കൊണ്ട് നടുഭാഗം എല്ലാ 21 കളിവള്ളങ്ങളിൽ ആദ്യമായി ഒന്നാമതായി ഹീറ്റ്സിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്തെങ്കിൽ വിയപുരം 4 മിനിറ്റ് 21.816 സെക്കൻഡ് കൊണ്ടാണ് ഹീറ്റ്സിൽ വിജയിച്ചത്. അവര് ഫൈനലിൽ അർഹത നേടിയത്. അവര് മേൽപ്പാടം വെള്ളത്തെ പിന്തള്ളിക്കൊണ്ട് 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവം കരസ്ഥമാക്കിയിരിക്കുകയാണ്. വില്ലേജ് ബോട്ട് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. കാരണം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകാർക്ക് വേണ്ടി നെഹ്റു ട്രോഫി വഴിമാറി നടന്ന കാലഘട്ടമായിരുന്നു. കുറെ കാലമായി 2018 മുതൽ ഈ പുന്നമടക്കായൽ ഇവിടെ നിരവധി തവണ അവരെ മത്സരിച്ചു. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തുഴയെറിഞ്ഞ് കടുത്ത മത്സരമായിരുന്നു കണ്ടത്. ഓളപ്പരപ്പിലെ ജലരാജാവ് ആരെന്നറിയാനുള്ള വള്ളംകളി പ്രേമികളുടെ കാത്തിരിപ്പിന് അവസാനമായിരിക്കുകയാണ്. വിയപുരം ട്രോഫി സ്വന്തമാക്കിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും അജയ് നാഥ് ചേരുന്നു. അജയ്, എങ്ങനെയായിരുന്നു ഈ ആവേശത്തുഴയെറിഞ്ഞുള്ള ഒരു മത്സരം? വിയപുരം സ്വർണ്ണക്കപ്പ് നേടിയിരിക്കുകയാണ്. വിവരങ്ങൾ.
അക്ഷരീയ ആവേശം അള്ളതല്ലിയ മത്സരമാണ്, ഫൈനൽ മത്സരമാണ് നമ്മുടെ സാക്ഷ്യം വഹിക്കുക. അതായത് മില്ലി സെക്കൻഡുകൾ വ്യത്യാസം 4 മിനിറ്റ് 21 സെക്കൻഡ് ദശാംശം 4 വീയപുരത്തിന്റെ അതേസമയം മധുഭാവം 4 മിനിറ്റ് 21 സെക്കൻഡ് ദശാംശം 782 രണ്ടാം സ്ഥാനത്തെത്തിയ മധുഭാഗം ഫിനിഷ് ചെയ്ത സമയം. 4 ചുണ്ടനും അത്യന്തം വാശിയേറിയ പോരാട്ടമാണ് ഈ ഫൈനൽ മത്സരം നടന്നത്. അങ്ങേയറ്റം ആവേശകരമായ മത്സരം മത്സരത്തിൽ പിന്നമട സാക്ഷ്യം വഹിക്കുന്നു. ഇങ്ങനെ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ PBCയുടെ സെക്കൻഡ് ഹാട്രിക്കുന്ന രണ്ടാം ഹാട്രിക്കുന്ന PBCയുടെ സ്വപ്നത്തിന് തടസ്സം നിന്നുകൊണ്ട് പുന്നമുറയിൽ വില്ലേജ് ബോട്ട് കപ്പ് കഴിഞ്ഞ അതായത് വീയപുരം ചുണ്ടൻ കപ്പ് നേടുന്ന ഏറ്റവും മനോഹര കാഴ്ച. ഏറെ ആരാധകരുള്ള ഒരു കൂടിയാണ് PBC. ആ PBCയുടെ രണ്ടാം ഹാട്രിക് എന്ന പ്രശ്നത്തിന് തടസ്സം നിന്നുകൊണ്ട് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് അനുവദിക്കാതെ വീയപുരം കപ്പിൽ മുത്തമിട്ടുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച. അങ്ങേയറ്റ ആവശ്യത്തോടെയാണ് കാണികൾ ഈ സ്വപ്ന നിമിഷത്തെ വരവേൽക്കുന്നത്. പുന്നമറയിൽ ഇപ്പോഴും കാണികളുടെ ഉള്ളിൽ നിറഞ്ഞ കരഘോഷവും ആർപ്പുകളും നമ്മുടെ ഇപ്പോഴും ശബ്ദമുഖരിതമാണ്. അത് നമുക്ക് ദൃശ്യമെല്ലാം കാണാം. അത്ര കണ്ട് ആവേശത്തിലാണ് കാണികളെല്ലാം തന്നെ ഉള്ളത്. മറ്റൊരു കാര്യം നമുക്ക് സൂചിപ്പിക്കാനുള്ളത് പള്ളാത്തുരുത്തി തവണയും സെക്കൻഡ് ഹാർട്ടിലേക്ക് മറ്റ് ക്ലബുകളെ സ്നേഹിക്കുന്ന കാണികൾക്കിടയിലെല്ലാം തന്നെ വലിയൊരു അതൃപ്തിയും ഉണ്ടായി. പ്രധാന വസ്തുതയാണ് കൂടുതൽ ആരാധകരുള്ള പള്ളാത്തും മറ്റൊരു പ്രധാന വസ്തുതയാണ്. പക്ഷേ ആ പള്ളാത്തിയുടെ രണ്ടാം ഹാട്രിക്കുന്ന സ്വപ്നത്തിന് ആഘോഷത്തിന് തടസ്സം നിന്നുകൊണ്ട് വീയപുരം 21ാമത് നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച. അങ്ങേയറ്റം ആവേശത്തിലാണ് പുന്നമറ. വിവിധ ജില്ലകളിലുള്ളവർ ഈ സ്നേഹിക്കുന്നവർ അങ്ങനെ നിരവധിയായ ആളുകൾ ഇപ്പോഴും ഇവിടെ പഠിച്ചു ആർച്ചുകളികളുമായി BBC-ക്ക് ആർപ്പുകളുമായി വീയപുരം ചുണ്ടൻ ആർപ്പുകളുമായി തടിച്ചു കൂടുന്ന ഒരു കാഴ്ച ഏറ്റവും മനോഹരമായ കാഴ്ച. അങ്ങേയറ്റം ആവേശം നിറഞ്ഞ ഒരു ഫൈനൽ മത്സരം കൂടിയായിരുന്നു കടന്നുപോയത്. 4 മിനിറ്റ് 21 സെക്കൻഡ് ദശാംശം 084 എന്ന ഒരു ടൈമിലാണ് വീയപുരം ഫിനിഷ് എടുക്കുന്നതാണ്. ഫൈനൽ മത്സരം തുടങ്ങുന്ന ഘട്ടം മുതൽ വലിയ ആവേശത്തിലായിരുന്നു പുന്നമറ ആകെ ഉണ്ടായിരുന്നത്. ഇന്ത്യയോടിഞ്ചുള്ള പോരാട്ടം മാസങ്ങൾ നീണ്ടുനിന്ന പരിശീലനത്തിനൊടുവിൽ ഇന്ന് ഈ നെഹ്റു ട്രോഫിയിൽ വലിയ ഒരു പോരാട്ടം സംഘടിപ്പിക്കുന്നു. ആ പോരാട്ടത്തിൽ വീയപുരം ജലചക്രവർത്തിയായി വീയപുരം മാറുന്നു, ജലരാജാവായി വീയപുരം മാറുന്നു. രാവിലെ മുതൽ അക്ഷമരായി കാത്തിരുന്ന ആവേശത്തോടുകൂടി കാത്തിരുന്ന കാണികൾക്ക് ജലോത്സവ പ്രേമികൾക്ക് മനോഹരമായ ഒരു ഫൈനൽ സമ്മാനിച്ചുകൊണ്ടാണ് ഈ 4 വള്ളങ്ങളും വീയപുരവും നടുഭാഗവും മേൽപ്പാടവും നിരണവും കടന്നു പോകുന്നത്. എന്തായാലും 71ാമത് നെഹ്റു ട്രോഫിയിൽ വീയപുരം ചുണ്ടൻ മുത്തമിടുന്നു. 71ാമത് നെഹ്റു ട്രോഫി വീയപുരം ചുണ്ടൻ കരസ്ഥമാക്കുന്നു. അത് പള്ളാത്തുരുത്തിയുടെ രണ്ടാം ഹാട്രിക് എന്ന സ്വപ്നം തടസ്സം നിന്നുകൊണ്ട് അവരുടെ സ്വപ്നച്ചിറകിനെ ചിറകടിച്ചുകൊണ്ട് വീയപുരം സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് കടക്കുന്നു. BBC കൈനഗരി വില്ലേജ് ബോട്ട് കപ്പ് കൈനഗരി ഏറ്റവും സ്വപ്നതുല്യമായ മനോഹരമായ നെഹ്റുവിന്റെ കൈയടയാളം പതിഞ്ഞ വെള്ളിക്കപ്പിൽ മുത്തമിടുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച. അങ്ങേയറ്റം ആവേശം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല പുന്നമറയിൽ. ആവേശം ഇപ്പോഴും അങ്ങനെ അലതല്ലി മുന്നോട്ട് പോകുന്ന ഏറ്റവും സുന്ദരമായ കാഴ്ചയാണ് പുന്നമറയിലുള്ളത്. സാധാരണഗതിയിൽ ഫൈനൽ മത്സരങ്ങൾ കഴിഞ്ഞാൽ കാണികൾ ഈ വേദി വിട്ട് പോകുന്ന സാഹചര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴും ഇവിടെ നിലയുറപ്പിച്ച് നിൽക്കുന്ന കാണികളെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അത്ര കണ്ട് ഫൈനൽ അവരുടെ പ്രദേശത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പുന്നമറയിൽ പുഴയെറിഞ്ഞ ഈ വീയപുരം ചുണ്ടൻ ഓടിക്കയറിയത് അല്ലെങ്കിൽ തുഴഞ്ഞു കയറിയത് ഈ കാണികളുടെ ആ വിജയത്തിലേക്കാണ് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും വളരെ മനോഹരമായ ഒരു ഫൈനൽ. 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ വീയപുരം ചുണ്ടൻ മുത്തമിടുന്നത് നെഹ്റുവിന്റെ കൈയടയാളം പതിഞ്ഞ ആ വെള്ളിക്കപ്പിൽ വീയപുരം മുത്തമിടുന്നു. BBC-യുടെ രണ്ടാം ഹാട്രിക് എന്ന സ്വപ്നം ഇവിടെ അവസാനിക്കുന്നു എന്ന ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ച വീയപുരംകാരെ സംബന്ധിച്ച അതൊരു മനോഹര കാഴ്ച കൂടിയാണ്. പള്ളാത്തുരുത്തി ഫാൻസ് ക്ലബ്ബ് പള്ളാത്തുരുത്തിയെ സംബന്ധിച്ച് ഒരുപാട് പെട്ടെന്ന് ഫാൻസുകളുള്ള ഒരു ബോട്ട് ക്ലബ്ബ് കൂടിയാണ്. രണ്ടാം ഹാട്രിക് ലക്ഷ്യമായിരുന്നു ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. എന്തായാലും അത്യന്തം വീറും വാശിയുമേറിയ ഒരു മനോഹരമായ ഫൈനൽ പുന്നമറ നമുക്ക് സമ്മാനിക്കുകയാണ്. ഈ നെഹ്റു ട്രോഫി നമുക്ക് സമ്മാനിക്കുകയാണ് വീയപുരം ചുണ്ടൻ. അങ്ങനെ ആ പോരാട്ടത്തിനൊടുവിൽ നെഹ്റുവിന്റെ പാദസ്പൃശം വെച്ച അല്ലെങ്കിൽ നെഹ്റുവിന്റെ
കയ്യൊപ്പ് പതിഞ്ഞ നെഹ്റു ട്രോഫിയിൽ വെള്ളിക്കപ്പിൽ മുത്തമിട്ടിരിക്കുന്നു. അജയ്, ഈ വിയ്യപുരത്തിന്റെ ഒരു മധുരമുള്ള പകരം വീട്ടിലായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ തവണ ഫോട്ടോ ഫിനിഷിൽ രണ്ടാമതായിരുന്നു വിയ്യപുരം. അശ്വിനി, തീർച്ചയായും ആ ഘട്ടത്തിൽ ആയിരുന്നു വിയ്യപുരം ചുണ്ടൻ തുടങ്ങിയിരുന്നെങ്കിൽ ഇത്തവണ വില്ലേജ് ബോട്ട് ഫൈനലിലാണെന്നുള്ളതാണ് വേറൊരു കാര്യം. കഴിഞ്ഞ തവണ പള്ളാത്തുരുത്തി വിജയം കൈവരിക്കുന്നതും ഫോട്ടോ ഫിനിഷിൽ അല്ലെങ്കിൽ മില്ലിസെക്കൻഡ് വ്യത്യാസത്തിലായിരുന്നു. കഴിഞ്ഞ തവണ പള്ളാത്തുരുത്തി ബോട്ട് കാരിച്ചാൽ ചുണ്ടനിലൂടെ ഈ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്നവരുണ്ടായിരുന്നു. അത് അവർ 5ാമത്തെ നെഹ്റു ട്രോഫി കപ്പായിരുന്നു. അതിനുശേഷം ഈ 6ാമത്തെ കപ്പ് ലക്ഷ്യവുമായാണ് പള്ളാത്തുരുത്തി ബോട്ട് ഇത്തവണ ഈ നെഹ്റു ട്രോഫി ജലമാമാകത്തിലെത്തുന്നത്. പക്ഷേ ദൗർഭാഗ്യം അവരെ പിന്തുണയ്ക്കുന്നില്ല. ദൗർഭാഗ്യം അവർക്ക് മേൽ കരിനിഴൽ വീഴ്ത്തി നിൽക്കുന്നു. വിയ്യപുരം അവരുടെ ഭാഗ്യത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ഈ കുന്നമടയിലെ ഓളപ്പിറപ്പിനെ കീറിമുറിച്ചുകൊണ്ട് ഫൈനലിൽ വിയ്യപുരം മുത്തമിട്ടിരിക്കുന്നു. അജയ്, നമ്മൾക്കറിയാം കാണികൾ ആവേശത്തിലായിരുന്നു. ആരാണ് ജലരാജാവെന്ന് അറിയാൻ മണിക്കൂറുകളോളം കാത്തിരുന്ന കാണികൾ. അവരുടെ ഒരു ആഘോഷം എങ്ങനെയായിരുന്നു ഇന്ന്? അവരുടെ ഒരു ആവേശം എങ്ങനെയായിരുന്നു? അശ്വതി, ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ആരംഭിക്കുന്നത്. അതായത് രാവിലെ 11 മണി മുതൽ ഈ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്ന സാഹചര്യം. പക്ഷേ ഈ മത്സരത്തിന്റെ സംബന്ധിച്ച് മത്സരത്തിന്റെ ആവേശം മുഴുവൻ എത്തുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ ആരംഭിക്കുമ്പോഴാണ്. ചുണ്ടൻ വള്ളങ്ങൾ, ആ ചുണ്ടൻ വള്ളങ്ങളിൽ 80ഉം 90ഉമാകുന്ന ആളുകൾ തുഴച്ചിവിട്ടാർ ഒരേ താളത്തിൽ ഒരേ ആവേശത്തിൽ തുഴയെറിഞ്ഞു വരുന്ന ആ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ് കൂടുതൽ ജലോത്സവപ്രേമികളെ ആവേശത്തിലാക്കുന്നത്. അതിനാൽ തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ആരംഭിച്ചിരുന്നത് കാണികൾ അങ്ങേയറ്റം ആവേശത്തിലായിരുന്നു എന്ന് പറയാം. ആദ്യ മത്സരത്തിൽ ഏതാണ്ട് 2-3 വെള്ളപ്പാടങ്ങളുടെ വ്യത്യാസത്തിലാണ് കാരിച്ചാൽ വിജയിച്ചു കയറുന്നത്. മത്സരത്തിന് അത്ര പേരെടുത്ത ക്ലബ്ബുകളായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പക്ഷേ ആ കാരിച്ചാലിന്റെ വിജയം ഒരു ഘട്ടത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തിയിരുന്നു, നമ്മൾ ആവേശത്തിലാക്കിയിരുന്നു. പക്ഷേ കാരിച്ചാൽ ഫിനിഷിയുടെ സമയം 4.3 അതായത് 4 മിനിറ്റും 30 സെക്കൻഡിന് മുകളിലായിരുന്നു കാരിച്ചാലിന്റെ ഫിനിഷിംഗ് ടൈം എന്നുള്ളതാണ് കാരിച്ചാലിനെ ഈ പ്രധാന, അതായത് ഈ സമയക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഫൈനലിലേക്ക് എത്തുവാൻ കാരിച്ചാലിന് കഴിയാതെ. അതിനുശേഷം നടന്ന ബ്രീഫ് മത്സരങ്ങളാണെങ്കിലും ഏറ്റവും ആവേശം മത്സരമായിരുന്നു. ഈ വള്ളങ്ങളെല്ലാം തന്നെ ചുണ്ടൻ വള്ളങ്ങളെല്ലാം തന്നെ കാഴ്ചത്. കഴിഞ്ഞ തവണകളിൽ വ്യത്യസ്തമായി 21 ചുണ്ടൻ വള്ളങ്ങൾ ഇത്തവണ ഉണ്ടായിരുന്നു എന്നുള്ളതും ഏറെ പ്രത്യേകതയാണ്. ആ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ ഏതാണ്ട് 6 സീറ്റ് 4 സീറ്റിൽ 4 വള്ളങ്ങൾ വീതവും, 5ാമത്തെ സീറ്റിൽ 3 വള്ളവും, 6ാമത്തെ സീറ്റിൽ 2 വള്ളവുമാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സീറ്റ് മത്സരവും അത്യന്തം ആവശ്യത്തോടെയാണ് കാണികൾ ഏറ്റെടുത്തിരുന്നത്. ഇപ്പോൾ ഫൈനൽ മത്സരം വിയ്യപുരം നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടും ഇവിടെ നിന്ന് തിരിഞ്ഞുപോകാതെ കാണികൾ ഇവിടെ തന്നെ തടിച്ചു കൂടുന്ന കാഴ്ച. ഇപ്പോഴും ആർപ്പുകളികളും ആഘോഷവും ഒക്കെയായി കാണികൾ ഇവിടെ തന്നെ തടിച്ചു കൂടുന്ന സാഹചര്യം. ഇപ്പോഴും വിയ്യപുരത്തിലെ ജയിലുകളുമായി ജയിലുകളുമായി ഇവിടെ തുടരുന്ന സാഹചര്യമാണുള്ളത്. മുൻപിൽ സൂചിപ്പിച്ചു, സാധാരണഗതിയിൽ ഫൈനൽ മത്സരം കഴിഞ്ഞാൽ ജലചക്രവർത്തി അല്ലെങ്കിൽ ജലരാജാവ് ആരെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പൊതുവെ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇത്തവണ ഇവിടെ തന്നെ ഈ ഫിനിഷിംഗ് പോയിന്റിൽ, പുന്നമടയുടെ ഫിനിഷിംഗ് പോയിന്റിൽ നെഹ്റു പവലിയനിൽ ഫിനിഷിംഗ് പോയിന്റിൽ ഇപ്പോഴും ആ വേദിയിൽ അതേ വേദിയിൽ ഇപ്പോഴും അവർ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ആ പവലിയനിൽ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും ആവേശം ഒട്ടും ചോർന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ആ ഫൈനൽ മത്സരം അത്ര കണ്ട് അവരുടെ ഹൃദയത്തിലേക്ക് അത്ര കണ്ട് ആവേശം നിറച്ചാണ് ഫൈനൽ മത്സരം കഴിഞ്ഞു പോകുന്നത്. ഏറ്റവും മനോഹരമായ ഒരു മത്സരം. അങ്ങേയറ്റം 4 വള്ളങ്ങൾ 4 ചുണ്ടൻ മത്സരിക്കുന്നു. പക്ഷേ ആദ്യം വിയ്യപുരത്തിനൊപ്പം നിൽക്കുന്നു. വിയ്യപുരത്തിന്റെ ഐക്യവും വിയ്യപുരം തോറുന്നവരുടെ ഒത്തൊരുമയും ഐക്യവും അവരെ വിജയത്തിലേക്ക് നയിക്കുന്നു. ആ നയിക്കുന്ന ഏറ്റവും മനോഹരമായ കണ്ടങ്ങളിലും ഇപ്പോഴും കാണികൾ അവരുടെ ആവേശത്തിന് ഒരു കുറവും വരുത്താറ് ഇപ്പോഴും ആവേശത്തെ നിർത്തലാണ്. കരഘോഷവും വാർത്തകളിലും ഒക്കെയായി ഇപ്പോഴും അവർ ഈ നെഹ്റു കവലയെ എതിർത്തിട്ടുള്ള പോയിന്റിലെ കവലയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യം, ഇപ്പോഴും ഇവർക്കൊന്ന് തുടരുന്ന സാഹചര്യമാണ്.
അജയ്, നമുക്കറിയാം ഈ ഉച്ച മുതൽ നമ്മൾ തത്സമയം ഈ വള്ളംകളി കാണുമ്പോൾ അറിയാം ഒപ്പത്തിനൊപ്പമായിരുന്നു എല്ലാവരും. അതായത് ഹീറ്റ്സ് മത്സരങ്ങൾ ഉണ്ടായിരുന്നു, ചെറുവള്ളങ്ങളുടെ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആവേശത്തുഴയെറിഞ്ഞ് ഒപ്പത്തിനൊപ്പമായിരുന്നു, എല്ലാവരും ഒപ്പത്തിനൊപ്പമായിരുന്നു. പക്ഷേ ഒരു വിജയേ ഉണ്ടാകുകയുള്ളൂ, ഒരു ജലരാജാവേ ഉണ്ടാകുകയുള്ളൂ എന്നത് വാസ്തവമാണ്. പക്ഷേ കണ്ടത് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന മത്സരം തന്നെയായിരുന്നു. തീർച്ചയായും ഈ സമയക്രമമാണ് ഇത്തരത്തിലേക്ക് ഈ വള്ളങ്ങളുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ തന്നെ ആദ്യ മത്സരത്തിൽ വള്ളപ്പാടകനെ ഏതാണ്ട് 3-4 വള്ളപ്പാടകനെ കാര്യത്തിൽ വിജയിച്ചതെന്ന് മുൻകൂട്ടിയാണ്. അത്തരത്തിലൊരു വലിയ വിജയം കാരിച്ചാൽ, ഒരു ഏകപക്ഷീയമായ വിജയം കാരിച്ചാൽ നേടിയിട്ട് പോലും കാരിച്ചാലിന് ഈ ഫൈനൽ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയുന്നില്ല. അത് ഈ ഇവർ ഫൈനലിൽ ഫിനിഷ് ചെയ്ത സമയം അനുസരിച്ചാണ് ഇത്തരത്തിലേക്ക് വള്ളങ്ങളെ ഫൈനൽ മത്സരത്തിലേക്ക് നിശ്ചയിക്കുന്നത്, തിരഞ്ഞെടുക്കുന്നത്. ആ നിലയിൽ നോക്കുമ്പോൾ പോരാട്ടമെല്ലാം അത്തരത്തിലേക്ക് ആദ്യഘട്ടം മുതൽ ആദ്യ ഫീൽഡ് മത്സരം മുതൽ വലിയ പോരാട്ടം നടന്നെങ്കിൽ പോലും ഈ വള്ളങ്ങൾ ഫിനിഷ് ചെയ്യാനെടുത്ത സമയമാണ് ഇതിൽ ഏക മാനദണ്ഡമായിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഫിനിഷ് ചെയ്ത വള്ളങ്ങളെയാണ് ഇത്തരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും. യൂസേഴ്സ് ഫൈനൽ, സെക്കൻഡ് യൂസേഴ്സ് ഫൈനൽ, തേർഡ് യൂസേഴ്സ് ഫൈനൽ, യൂസേഴ്സ് ഫൈനൽ ഉൾപ്പെടെ ഏത് ഘട്ടത്തിലാണ് ഏത് പൊസിഷനിലാണ് വള്ളം ഫിനിഷ് ചെയ്തത് എന്ന സമയം അടിസ്ഥാനപ്പെടുത്തിയാണ് അത്തരത്തിൽ ട്രാക്ക് ഉൾപ്പെടെ നിശ്ചയിക്കുന്ന സാഹചര്യമുള്ളത്. ഫൈനൽ മത്സരത്തിലും ട്രാക്ക് നിശ്ചയിക്കുന്നത് അത്തരത്തിലാണ്. അതായത് ഏത് വള്ളമാണ് ഏറ്റവും ആദ്യം ഏറ്റവും കുറഞ്ഞ സമയത്ത് ഫിനിഷ് ചെയ്തത് ആ വള്ളത്തിന് 4ാം ട്രാക്ക്, ഏറ്റവും അതിൽ തെറ്റിച്ചിട്ട് മുന്നേ നിൽക്കുന്ന വള്ളത്തിന് 1ാം ട്രാക്ക്. അങ്ങനെ വലിയ ഒരു ക്രമീകരണം അതിന്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ ഒരു ക്രമീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഫൈനൽ തീരുമാനിക്കുന്നത്. അത് ഹീറ്റുകളിൽ 4ാം സ്ഥാനത്തെത്തിയ വള്ളം ഫിനിഷ് ചെയ്യേണ്ട സമയത്തിനടുത്ത് ആ അടിസ്ഥാനപ്പെടുത്തിയതാണ് അത്തരത്തിലേക്ക് തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 1ാം ട്രാക്കിൽ മേൽപ്പാടവും, 2ാം ട്രാക്കിൽ നീളവും, 3ാം ട്രാക്കിൽ നടുഭാഗവും, 4ാം ട്രാക്കിൽ വിയപുരമായിരുന്നു. അതായത് 4ാം ട്രാക്കിൽ വിയപുരം വരുന്നത് ഹീറ്റുകളിൽ 3ാം സ്ഥാനത്തെത്തിയാണ് വിയപുരം 4ാം മത്സരത്തിനായി ഉയരെറിയാനെത്തിയത്. ഹീറ്റുകളിൽ 1ാം സ്ഥാനം നേടിയ വള്ളമായിരുന്നു നടുഭാഗം. പക്ഷേ നടുഭാഗത്തിന് അതുകൊണ്ട് തന്നെ 3ാം സ്ഥാനമാണ്, 3ാം ട്രാക്കിലാണ് നടുഭാഗം മത്സരത്തിന് ഇറങ്ങിയത്. അതായത് ഹീറ്റുകളിൽ 1ാം സ്ഥാനത്ത് ഏറ്റവും കുറവ് സമയത്ത് ഫിനിഷ് ചെയ്ത വള്ളമായിരുന്നു നടുഭാഗം എന്നുള്ളതാണ്. 2ാം സ്ഥാനത്ത് ഹീറ്റുകളിൽ 2ാം സ്ഥാനത്തെത്തിയ വള്ളം നിരണമായിരുന്നു. ഈ നടുഭാഗത്തിന് ശേഷം സമയം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഫിനിഷ് ചെയ്തെടുത്ത സമയം പരിശോധിച്ചു കഴിഞ്ഞാൽ നിരണമായിരുന്നു 2ാം സ്ഥാനത്ത് എത്തിയത്. 3ാം സ്ഥാനത്തായിരുന്നു വിജയം ഉണ്ടായിരുന്നത്. ഇതിൽ 4ാം സ്ഥാനത്ത് എത്തിയ ഈ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് 4ാം സ്ഥാനമായിരുന്നു മേൽസ്ഥാനത്തുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കുന്നത് 3ാം സ്ഥാനത്തുള്ള വിയപുരമാണ് ഫൈനലിൽ 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് 4 മിനിറ്റും 21 സെക്കൻഡ് ദശാംശം 8-4 അതാണ്. ആ സമയത്തിലാണ് ഫിനിഷ് ചെയ്ത ഈ വിയപുരം നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുന്നത്. ഹീറ്റ് മത്സരങ്ങളിൽ 3ാം സ്ഥാനത്ത്, അതായത് 3ാമത് ഫിനിഷ് ചെയ്ത വള്ളം ഫൈനൽ മത്സരം എത്തുമ്പോൾ ഒന്നാമതായി 1ാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന കാഴ്ച, ആ കാഴ്ചയാണ് ഇപ്പോൾ പുന്നമടയിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. അതേ ആവേശത്തിലാണ് ഇപ്പോൾ കാണികൊള്ളാൻ തന്നെ ഉള്ളത്. ഇപ്പോഴും ആവേശം, അണമുറിയാത്ത ആവേശം ഇപ്പോഴും പുന്നമടയിൽ തുടരുകയാണ്. ഒട്ടും ആവേശം തോരാതെ ഇപ്പോഴും ഈ കാണികൾ പുന്നമടയുടെ ഈ ഓളപ്പുറത്തിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ ജലോത്സവത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഇവിടെ തുടരുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച. ആവേശം ഇപ്പോഴും കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അതുതന്നെയാണ് അജയ്, ഓരോ വർഷമുള്ള ഒരു കാത്തിരിപ്പ്. അത് വള്ളംകളിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാകുകയുള്ളൂ. അത്രത്തോളം കാത്തിരിപ്പാണ്. ആ ആവേശത്തുഴ എറിയുന്നത് കാണാനായി അത്രത്തോളം ആളുകളാണ് ഇന്നിപ്പോൾ പുന്നമടയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇന്നിപ്പോൾ ഒരു പരിഭവമോ പരാതിയോ ഒന്നുമില്ലാതെ കഴിഞ്ഞുപോയ ഒരു നെഹ്റു ട്രോഫി വള്ളംകളിയായിരുന്നു ഇത്. ഒരു വെർച്വൽ ലൈനപ്പ് ഒക്കെ ആയിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത്തവണ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കർഷകത്തിലേക്ക് അതായത് മൈക്രോ മില്ലി സെക്കൻഡിലൂടെ ഫോട്ടോ ഫിനിഷിലേക്ക് മാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യം, ആ തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഉൾപ്പെടെ പരാതിയുമായി കാര്യമുണ്ടായിരുന്നു. പോലെ തന്നെ ഏതാണ്ട് മാസങ്ങൾ നീണ്ട കാത്തിരിപ്പാണ്, മാസങ്ങൾ നീണ്ട പരിശീലനമാണ്. അപ്പോൾ സൂചിപ്പിക്കാനുള്ളത് ഏതാണ്ട് ഒരു വർഷം നീണ്ട ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് ഓരോ ചുണ്ടൻ വള്ളങ്ങളുടെയും ഓരോ ക്ലബ്ബുകളുടെയും ഉള്ളത്. ഏതാണ്ട്
ഒരു കോടിക്കധികം ചിലവഴിച്ചുകൊണ്ട് ഏകദേശ കണക്കത്ര അത്തരത്തിലേക്ക് കോടികൾ മുടക്കിയാണ് ഈ ക്ലബ്ബുകളെല്ലാം തന്നെ ഇത്തരത്തിൽ വള്ളം കളി മത്സരത്തിനായി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അങ്ങനെ എത്തുന്ന അവരെ സംബന്ധിച്ച വള്ളംകളി പ്രേമികളെ സംബന്ധിച്ച ഈ ക്ലബ്ബുകളെ സംബന്ധിച്ചല്ല അവരുടെ ജീവൻ മരണ പോരാട്ടം കൂടിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. മാത്രവുമല്ല ഈ കരക്കാരെ സംബന്ധിച്ചും ആലപ്പുഴ താലൂക്കിലെ വിവിധ കരക്കാരെ സംബന്ധിച്ചും വളരെ ആവേശമാണ് അവരുടെ കര അല്ലെങ്കിൽ അവരുടെ പ്രദേശത്തുള്ള ബോട്ട് ക്ലബ്ബ് ഫൈനലിൽ വിജയിക്കുന്നത് കാണുവാൻ അത്ര ആകാംക്ഷയോടാണ് അവർ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു ആവേശം ഇതിലുണ്ടാകുന്നത്. കഴിഞ്ഞ സൂചിക തന്നെ സ്റ്റാർട്ടിംഗിൽ കൃത്യമായി ഏകീകരണം ഉണ്ടാകുന്നു. അതായത് നിർദ്ദേശം വരുന്ന അടിസ്ഥാനത്തിൽ മുൻപത്തെ ഉണ്ടായിരുന്ന ചില വള്ളങ്ങൾ ചില ചിന്തൻ വള്ളങ്ങൾ മുൻപോട്ടെല്ലാം മാറുന്ന സാഹചര്യം. പിന്നെ അത് അവരെ ഒരേ വിഷയത്തിൽ കൊണ്ടുപോകുന്ന ശേഷമൊക്കെയാണ് ആദ്യം സ്റ്റാർട്ടിംഗ് നടന്നിരുന്നത്. പക്ഷെ അതിലെല്ലാം ഒരു ഏകീകരണത്തിൽ ഉണ്ടാകുന്നു. നിർദ്ദേശം നൽകുന്ന അടിസ്ഥാനത്തിൽ കൃത്യമായി ഈ വള്ളങ്ങൾ ഒരേപോലെ മുന്നോട്ട് കുതിക്കുവാനുള്ള അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു ക്രമീകരണം ആ സ്റ്റാർട്ടിംഗിൽ പോയിന്റിൽ ഉൾപ്പെടെയുണ്ട്. മറ്റൊന്ന് ഫിനിഷുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് കയ്യിലെ കൃത്യതയോടെ നോക്കി ടൈം ചെയ്ത് പ്രദർശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഫിനിഷ് പോയിന്റ് ടച്ച് ചെയ്ത വള്ളങ്ങളുടെ ശാസ്ത്രം അനുസരിച്ച് 1, 2, 3, 4 ക്രമപ്പെടുത്തിയ സാഹചര്യം. അങ്ങനെ അത് പൊതുജനങ്ങൾ കാണാൻ വേണ്ടി കഴിയുന്ന സാഹചര്യമുണ്ട്. അടയാളപ്പെടുത്തുന്നത് വള്ളങ്ങളുടെ സമയക്രമം ഈ വർഷം മിനിറ്റിനും സെക്കൻഡിന് ശേഷം മില്ലി സെക്കൻഡായിട്ടാണ് മികപ്പെടുത്തുന്നത്. അങ്ങനെ മികപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ ഫൈനൽ ഉൾപ്പെടെ നടന്നിട്ടുള്ളത്. ഏറ്റവും സുന്ദരമായ കാര്യമാണ്. മറ്റൊന്ന് പോകുന്ന ഘട്ടമുണ്ടായിരുന്നെങ്കിൽ ഒരു സമനിലയിലേക്ക് നിൽക്കുന്ന കാര്യമുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും നറുക്കെടുക്കുന്ന കാര്യമുണ്ടാവും. ആ നറുക്കെടുക്കുന്നത് പോലും നറുക്കെടുത്തതിന് ശേഷം ആരാണ് വിജയിക്കുന്നത് നറുക്കെടുപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ അതായത് 6 മാസം 1 വർഷമാണല്ലോ കാലാവധി. അതുകൊണ്ട് തന്നെ 6 മാസം ഒരിക്കുമ്പോൾ 6 മാസം മറ്റൊരു സമയത്തേക്കാണ് മറിച്ച് വീഴാതെ പോയിട്ടുണ്ടെന്ന് അങ്ങനെ ആ നിലയിലാണ് തീരുമാനമുണ്ടായിരുന്നത്. ആ തീരുമാനം പോലും എടുക്കണം. ആദ്യം ആർക്കാണ് തോട്ടിച്ചെടുക്കേണ്ടത് എന്നുള്ള തീരുമാനം പോലും വീണ്ടും നമുക്ക് തീരുമാനിക്കും. അങ്ങനെ വളരെ സുതാര്യമായി തന്നെ ഈ വള്ളങ്ങളിലെ ഇത്തവണ എൻഡിആർടിയുമാണെങ്കിലും സംഘടനയാണെങ്കിലും അത്തരത്തിൽ കൈകാര്യം വളരെ സുതാര്യമായിട്ട് കൂടിയാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫി ജലമേള നടന്നത്. പക്ഷേ ഫൈനലിൽ അത്തരത്തിലേക്ക് കോട്ടത്തിനെത്തിച്ച് എനിക്ക് തോന്നുന്നില്ല. നേരിയ വ്യത്യാസത്തിൽ വീരൻ ചുണ്ടൻ വിജയിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ നാശനേത്രങ്ങൾ കൊണ്ട് തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്ന തരത്തിലേക്കായിരുന്നു ആ വിജയം എന്നുള്ളതാണ്. കോട്ട ഫിനിഷിംഗിലേക്ക് ഈ മില്ലി സെക്കൻഡിലേക്ക് മൈക്രോ മില്ലി സെക്കൻഡിലേക്ക് ഒന്നും തന്നെ കടക്കാതെ തന്നെ വളരെ ആധികാരികമായ ഒരു വിജയം വീരൻ ചുണ്ടൻ നേടിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഇപ്പോഴും ആവേശം ഒട്ടും പോരാതെ കാണികൾ ഇവിടെ തുടരുന്നു. വളരെ ആവേശത്തോടുകൂടി തന്നെ ആർത്തിയോടുകൂടി തന്നെ അവർ തുടരുന്നു എന്നുള്ളതാണ്. അങ്ങനെ 71ാമത് നെഹ്റു ട്രോഫിയിൽ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ആ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ആ വെള്ളിക്കപ്പിൽ വീരൻ ചുണ്ടൻ മുത്തമിട്ടിരിക്കുന്നു. അജയ്, അതുതന്നെയാണ് നമുക്കറിയാം. മാസങ്ങളുടെ തയ്യാറെടുപ്പുകൾ, ക്രമീകരണങ്ങൾ. അപ്പോൾ നമുക്ക് അവരെയൊക്കെ പറയാതെ പോകാൻ കഴിയില്ല. അത്രത്തോളം വിജയകരമായിരുന്നു ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഘാടക സമിതിയുണ്ട്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെയുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ നല്ല ഭംഗിയായി തന്നെ ഇത്തവണ നടന്നു എന്നുള്ളതാണ്. ശരി, അത് തന്നെയാണ്. 2-3 മാസങ്ങൾ വരെ പ്രാക്ടീസ് നടത്തിയിരുന്ന ക്ലബ്ബുകളുണ്ട്. പല ക്ലബ്ബുകളിൽ നടക്കുന്ന പരിശീലനം ഉൾപ്പെടെ ഒരു പട്ടാള ക്യാമ്പിൽ മത്സരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചിട്ടയായ ഒരു പരിശീലന രീതിയാണ് എല്ലാ ക്ലബ്ബുകളും അനുവർത്തിച്ച് പോരുന്നത് എന്നുള്ളതാണ്. വളരെ ശക്തമായിട്ടുള്ള പരിശീലനം. അതിനകത്ത് ഒരു ഏകീകരണം ഉണ്ടാകുന്നു. അവരുടെ പരിശീലന കാര്യങ്ങളിൽ ഭക്ഷണ കാര്യങ്ങളിൽ ഉണ്ടാകുന്നു. ഒരു ക്യാമ്പ്, ആ ക്യാമ്പിനെ എങ്ങനെ ചിട്ടയായി കൊണ്ടുപോകാൻ കഴിയുന്നു ആ സ്ഥലത്തിലേക്ക് മാറുന്നു. ആ കരയാകെ, ആ പ്രദേശത്തെ കര, ആ ജനങ്ങളാകെ, വെള്ളപ്രേമികളാകെ തന്നെ, ജലോത്സവ പ്രേമികളാകെ തന്നെ അതിനുവേണ്ടി മനസ്സും ശരീരവും മാറ്റിവെച്ചുകൊണ്ട് ആ ക്യാമ്പിന്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവർ വലിയ തയ്യാറെടുപ്പോട് വന്ന ഈ ക്ലബ്ബുകളാണ് ഇപ്പോൾ ഇവിടെ മാറ്റിവെച്ച ഈ മത്സരം ഇവിടെ അവസാനിക്കുന്നത്. തീർച്ചയായും അക്ഷര സൂചിപ്പിച്ചത് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടി ഇടപെടൽ ഉണ്ടാകുന്നു. ഇന്ന് ഈ ജനമാമാകം ഉദ്ഘാടനം ചെയ്തതും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ്. മന്ത്രിയുടെ ഇടപെടൽ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സർക്കാരും കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നു. ജില്ലാ ഭരണകൂടം ഒപ്പം NGT കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് വളരെ സുതാര്യമായി ഈ മത്സരത്തെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഒരു തരത്തിലുമുള്ള ആശങ്കകൾക്ക് ഒരു തരത്തിലും
ഒന്നും വഴിതെളിക്കാതെ അപ്പുറത്തേക്കൊന്നും പോകാതെ വളരെ മനോഹരമായി വളരെ ആവേശം വിതറിയ ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ മത്സരം അവസാനിക്കുന്ന സാഹചര്യമില്ല. എന്തായാലും ഇതൊരു തുടക്കം മാത്രമാണ്, ഇതൊരു മാതൃക കൂടിയാണ്. വരും വർഷങ്ങളിലും സമാനമായ രീതിയിൽ നെഹ്റു ട്രോഫി ജലമേള വളരെ മനോഹരമായി നടത്തുമെന്നുള്ള തെളിവ് കൂടിയാണെങ്കിൽ അതിനെ അനുവർത്തിച്ച് പോരാൻ വേണ്ടി കഴിയുന്ന ഒരു സാധ്യത കൂടിയാണ് ഇതിനെ തുറന്നിടുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ വാശിയോടെയുള്ള പോരാട്ടങ്ങൾ മനസ്സിലാക്കുന്നത് വരും വർഷങ്ങളിൽ കൂടുതൽ ചുണ്ടൻവള്ളങ്ങൾ, ഇത്തവണ 27 ചുണ്ടൻവള്ളങ്ങളാണ് മത്സരം തുടങ്ങിയത്. ഇനിയും കൂടുതൽ ചുണ്ടൻവള്ളങ്ങൾ, അതായത് കോട്ടയം ജില്ലയിൽ ഉൾപ്പെടെ നിരവധി ചുണ്ടൻവള്ളങ്ങൾ ഇനിയും പണിപ്പുരയിലാണ്. നിർമ്മാണങ്ങൾ ഉൾപ്പെടെ ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വരും വർഷങ്ങളിൽ ഇതിലും കൂടുതൽ ചുണ്ടൻ വള്ളങ്ങൾ നെഹ്റു ട്രോഫിയിൽ പോരാട്ടത്തിൽ ഇറങ്ങും എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അതെല്ലാം ഈ സർക്കാർ ഇടപെടൽ, ഈ മത്സരങ്ങളിലെ സുതാര്യത, അതെല്ലാം കൂടുതൽ ക്ലബ്ബുകളെയും കൂടുതൽ വള്ളങ്ങളെയും ഈ നെഹ്റു ട്രോഫിയിലേക്ക് ആകർഷിക്കുവാനും ഇതിൽ പങ്കെടുക്കുവാനും കാരണമായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ശരി, അതന്നെയാണ് അജയ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ സന്തോഷത്തിരയാണ് അവിടെ അലയടിക്കുന്നത് എന്നുള്ളതാണ്. 71ാമത് നെഹ്റു ട്രോഫിയിൽ ജലരാജാവായി വിയ്യപുരം ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുകയാണ്. BBC കൈനക്കരി തുഴഞ്ഞ വിയ്യപുരം ചുണ്ടൻ ഒന്നാമതെത്തി നടുഭാഗം 2ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ്. 4 കളിവള്ളങ്ങൾ മേൽപ്പാടം, നിരണം, നടുഭാഗം KG എബ്രാഹിമിന്റെ നേതൃത്വത്തിൽ നിരണം മുന്നേറുന്നു. അതാ രാഹുൽ പ്രകാശ് അതിന് നേതൃത്വം നൽകുന്നു. നടുഭാഗം ജിൻഡോ ടോമിയുടെ നേതൃത്വത്തിൽ, അഡ്വക്കേറ്റ് കുര്യൻ ജെയിംസിന്റെ നേതൃത്വത്തിൽ പുന്നമട ബോട്ട് ക്ലബ്ബുകാർ ഉണ്ടായിട്ടുണ്ട്. UBC കൈനഗിരിയോട് ചേർന്ന് കിടന്നിരുന്ന UBC കൈനഗിരിയുടെ സഹോദര ക്ലബ്ബായിരുന്ന വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരിക്ക് പുതിയൊരു ചരിത്ര പശ്ചാത്തലം, പുതിയൊരു ചരിത്ര തുടർച്ച ഇവിടെ നേടുകയാണ്. 4 കളിവള്ളങ്ങൾ മേൽപ്പാടവും നിരണവും നടുഭാഗവും വിയ്യപുരവും തമ്മിൽ മത്സരിച്ച ഒരു പോരാട്ടത്തിൽ കഴിഞ്ഞ വർഷത്തെ അത്രയും മഹത്തായ ഇഞ്ചോടിഞ്ച് ഉള്ള ഒരു പോരാട്ടമായിരുന്നില്ല തീർച്ചയായും വള്ളംകളി പ്രേമികളെ സംബന്ധിച്ചിടത്തോളം. എന്നാലും വളരെ അതിനോട് ചേർന്ന് നിൽക്കുന്ന വളരെ മനോഹരമായ ആവേശോജ്വലമായ ഒരു പ്രകടനത്തിൽ 4ാം ട്രാക്കിലൂടെ വിയ്യപുരം ബിഫി വർഗീസ് പുല്ലുകാടിന്റെ നേതൃത്വത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തി. ജപ്പാനിൽ നിന്ന് ചൈനയിലെത്തിയ പ്രധാനമന്ത്രിക്ക് വൻ സ്വീകരണമാണ് നൽകിയത്. അമേരിക്കയുടെ താരിഫ് വർധനവുമായി ബന്ധപ്പെട്ട തിരിച്ചടികൾ തള്ളിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം. ഞായറാഴ്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. ഗാൽവാൻ സംഘർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ചൈന സന്ദർശനമാണിത്. 7 വർഷത്തിന് ശേഷമാണ് മോദി ചൈനയിലെത്തുന്നത്. നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവരുമായി ഒത്തുകൂടുന്ന ഉച്ചകോടി ആയതിനാൽ അതീവ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഷാങ്ഹായ് ഉച്ചകോടിക്കുള്ളത്. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങളും സന്ദർശനത്തിൽ ചർച്ചയാകുമെന്നാണ് സൂചന. ഇന്ത്യയിൽ 60,000 കോടിയുടെ നിക്ഷേപം നടത്താൻ ജപ്പാൻ. 15ാമത് ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയാണ് തീരുമാനിച്ചത്. വടക്ക് കിഴക്കൻ ഏഷ്യ മേഖലയിലെ ശക്തികളായി മാറുന്നതിന് നിർണായകമായി നയതന്ത്ര ബന്ധം ശക്തമാകും. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, സമ്പദ്വ്യവസ്ഥ, സാങ്കേതികവിദ്യ നവീകരണം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ശക്തമാക്കാൻ ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായുള്ള ആദ്യ വാർഷിക ഉച്ചകോടിയിൽ തീരുമാനമായി. ചാന്ദ്രയാൻ 5 ദൗത്യത്തിൽ ജപ്പാനുമായി സഹകരിക്കാനുള്ള നിർണായക കരാറിനും ധാരണയായി. സെമി കണ്ടക്ടറുകൾ, നിർണായക ധാതുക്കൾ, ശുദ്ധമായ ഊർജ്ജം, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പുതിയ സാമ്പത്തിക സുരക്ഷാ സംരംഭം ഇന്ത്യയും ജപ്പാനും പ്രഖ്യാപിച്ചു. പ്രതിരോധശേഷിയുള്ള വിതരണ ശൃംഖലകൾ നിർമ്മിക്കുക, പ്രധാന സാങ്കേതിക വിദ്യകൾ സംരക്ഷിക്കുക, നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ സുരക്ഷിതമാക്കുക എന്നിവയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. തന്ത്രപ്രധാനമായ വ്യാപാരത്തിനും സാങ്കേതിക സഹകരണത്തിനുമുള്ള തടസ്സങ്ങൾ ലഘൂകരിക്കുന്നതിന് പ്രവർത്തിക്കാനും മേഖലയിലെ ശക്തി കേന്ദ്രമായി പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രിക്ക് വൻ സ്വീകരണമാണ് ടോക്കിയോയിൽ ഒരുക്കിയത്. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റെടുത്ത ശേഷം മോദിയുടെ 8ാമത് ഔദ്യോഗിക ജപ്പാൻ സന്ദർശനമാണ് ഇത്. അമേരിക്കയുടെ തീരുവ ഭീഷണിക്കിടെയാണ് ജപ്പാനുമായുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. കീഴറയിലുണ്ടായത് ബോംബ് നിർമ്മാണത്തിനിടയിലുണ്ടായ സ്ഫോടനമെന്ന് കോൺഗ്രസ്. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. മുക്കിലും മൂലയിലും ബോംബ് നിർമ്മാണമാണെന്നും മാർട്ടിൻ ജോർജ് ആരോപിച്ചു. ഇത്
ഈ ഗ്രാമത്തെ നടുക്കിയ ഒരു സംഭവമാണ്. ഇത്ര കാലമായിട്ടും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ പോലീസിന് ഇല്ലാതെ പോയത് വലിയ ഒരു വിഷയം തന്നെയാണ്. ഇത് കൃത്യമായ അന്വേഷണം നടത്തി ഇതിൻ്റെ ഉൽപ്പാദകർ എന്തിനു വേണ്ടിയാണ് ഇത് നിർമ്മിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ച് കണ്ടെത്തുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും വേണം. ഇപ്പോൾ ഇവിടെ പറയപ്പെടുന്ന വ്യക്തി ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ഈ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിർമ്മിക്കുന്നവരെ ഇത്രയും കാലം നിർമ്മിച്ചു എന്ന് പറയുന്ന ആ വ്യക്തി അത് എന്തിനു നിർമ്മിച്ചു, ആർക്കാണിത് കൊടുക്കുന്നത്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തി കണ്ടെത്തി അത് ഇനി ഒരു കാരണവശാലും ഇതിപ്പോൾ വ്യാപകമായി കണ്ണൂർ ജില്ലയിൽ നടക്കുകയാണ്. ആരാണ് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഏത് മുക്കിലും മൂലയിലും പോയാലും ബോംബ് നിർമ്മാണവും അതുപോലെ തന്നെ മറ്റ് നിർമ്മാണങ്ങളും സാധാരണ ഇത് മറ്റ് വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നവരുൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിക്കാരുൾപ്പെടെയുള്ളവർക്ക് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് എവിടെ ചെന്ന് നോക്കിയാലും ഇത്തരം സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. അതുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ എല്ലാ പ്രദേശത്തും അന്വേഷണം, ഇപ്പോൾ ഒരു ബോംബ് സ്ഫോടനം നടന്നു, ഇനി കുറച്ച് സമയം അന്വേഷണം നടത്തും. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ബോംബുകളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. ഈഴറയിലെ സ്ഫോടനത്തിൽ കോൺഗ്രസിന് മറുപടിയുമായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. അനൂപ് മാലിക് കോൺഗ്രസുമായി ബന്ധമുള്ളയാളെന്ന് KK രാഗേഷ് പറഞ്ഞു. ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇല്ലാത്ത സമയത്ത് സ്ഫോടക വസ്തു നിർമ്മിച്ചത് എന്തിനെന്നും രാഗേഷ് ചോദിച്ചു. അപ്പോൾ പ്രാഥമികമായി കാണുമ്പോൾ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. മരണപ്പെട്ടയാൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഈ സ്ഫോടനത്തിൽ ബിൽഡിങ്ങൊക്കെ തകർന്ന് വീണതിൻ്റെ ഭാഗമായിട്ട് മരണപ്പെട്ടതാണ് എന്നാണ് കാണാൻ കഴിയുക. മറ്റാരെങ്കിലും ഈ സ്ഫോടനത്തിന് ഇടയാവുന്ന വിധത്തിൽ ഒന്നെങ്കിലും പടക്കം നിർമ്മിക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. അങ്ങനെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ അത് എങ്ങനെ ഉണ്ടായതാണ്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് ഇമ്മച്ചുവറാണെന്നുള്ളതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. ഇത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി നടന്നതാണോ അല്ലയോ നമുക്ക് വ്യക്തമല്ല. അതുകൊണ്ട് അയാൾ ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേരെ എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ലല്ലോ. അയാൾ ഏതെങ്കിലും രാഷ്ട്രീയ വിശ്വാസമുള്ള ആളായിരിക്കും, പക്ഷേ അതുകൊണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കണ്ണൂരിലെ സ്ഫോടനത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. സ്ഫോടനത്തിന് പിന്നിൽ അസ്വാഭാവികത ഉണ്ടോ എന്നത് അന്വേഷിച്ച് കണ്ടെത്തണമെന്നും MA ബേബി തൃശ്ശൂരിൽ പറഞ്ഞു. അപ്പോൾ ഇപ്പം കേട്ടറിവ് വെച്ച് മാത്രം ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ LDFൻ്റെയും CPMൻ്റെയും നേതാക്കന്മാരും കേരളത്തിലെ നേതാക്കന്മാരും അതിനെക്കുറിച്ച് പ്രതികരിക്കും. അത്രേ പറയാം. ദൗർഭാഗ്യകരമാണ് ഇത്തരം സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും അപായങ്ങൾ ഉണ്ടാവുകയും പരിക്കും മരണവുമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ്, ദുഃഖകരമാണ്. ഒരു പടക്ക നിർമ്മാണ ഫാക്ടറിയിലോ മറ്റോ ആണ് സംഭവിച്ചതെന്നുള്ളതാണ്. അപ്പം പ്രത്യക്ഷത്തിൽ കാണുന്നതിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഇത്തരം കാര്യങ്ങളിൽ അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പോലീസാണ് കേരളത്തിൽ എക്കാലത്തും ഉള്ളത്. ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെയുള്ള വികസനം സ്വാഗതാർഹമെന്ന് NSS. ആഗോള അയ്യപ്പ സംഗമം കൊണ്ടുദ്ദേശിക്കുന്നത് ഇതാണെങ്കിൽ നല്ലതെന്നും ഇതിനായി രൂപപ്പെടുന്ന സമിതിയുടെ നേതൃത്വം രാഷ്ട്രീയ വിമുക്തമാകണമെന്നും NSS വ്യക്തമാക്കി. അയ്യപ്പ ഭക്തരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം സമിതി. NSSനെതിരെ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് വിശദീകരണമെന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി.